ക്രൂശിത രക്ഷക വിമോചന. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാരം എന്നാണെന്നറിയാമോ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാരവും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഭയത്തിലേക്ക് നയിക്കാവുന്ന വിഷയം എന്താണെന്നറിയാമോ? നമ്മുടെ പാപമാണ്. നോക്കിക്കോ, കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കോ. നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ അത് അനുദപിച്ചിട്ടില്ലെങ്കിൽ, കർത്താവിന്റെ കാരുണ്യത്തിൽ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, കുമ്പസാരക്കൂട്ടിൽ ഇത് എത്തിയിട്ടില്ലെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ ആ പാപം നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഭാരമുണ്ട്. പാപം നമ്മൾ ജനിപ്പിക്കുന്ന ഒരു ഭയമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ മരണത്തോടടുക്കുമ്പോൾ, മരണത്തെ ധ്യാന വിഷയമാക്കുമ്പോൾ, ചില കാരണമായ അസ്വസ്ഥതകളും രോഗപീഠകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ നമ്മളിൽ കുടികൊള്ളുന്ന പാപം ഭയവും ഭാരവും ജനിപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് ചെറിയ കാര്യങ്ങളെ കുറിച്ച് അനാവശ്യമായ ഭയവും ആകുലതയൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ എന്തൊക്കെയോ അകാരണമായ ഭയം നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? ഭയം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലേ? ശ്രദ്ധിച്ചോ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, എവിടെയെങ്കിലും പാപത്തിന്റെ അനുദപിക്കാത്ത സ്വാധീനങ്ങൾ കിടക്കുന്നുണ്ടോ? നിന്റെ ഉറക്കം കളയാൻ അത് മതി. ഉറക്കം കളയാതെ, അതുകൊണ്ടല്ലേ നല്ല കുമ്പസാരം കഴിയുമ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. നല്ലൊരു കുമ്പസാരം നടത്തിയാൽ നമ്മൾ പറയില്ലേ, ഏറ്റവും നല്ല ഉറക്കഗുളിക എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? നല്ല കുമ്പസാരം നടത്തും. അപ്പം മനസ്സിന്റെ സകല ഭാരം ഇറങ്ങി. പാപത്തിന്റെ ഭാരം, മനസ്സിന്റെ ഭാരത്തെക്കാളും വലിയ ഭാരം സമ്മാനിക്കുന്ന പാപത്തിന്റെ ഭാരവും മാറി. അപ്പൊ നമ്മുടെ ഉറക്കമൊക്കെ ഉണ്ടല്ലോ, നല്ല സുഖമായിട്ട് ഉറങ്ങാം. പിന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചാൽ പോലെ നമ്മൾ എഴുന്നേൽക്കാൻ, ഗുളികയൊന്നും കഴിക്കേണ്ട. പിന്നെ നല്ല കുമ്പസാരം നടത്തിയാൽ മതി. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ഉറക്കമില്ലാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും ഉറക്കഗുളിക കഴിക്കുന്നേക്കാളും നല്ലത് എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുന്നതാണ്. അനാവശ്യമായ ഭയവും അനാവശ്യമായ ഭാരവും നിങ്ങളുടെ നെഞ്ചിലുണ്ടോ? ഏറ്റവും നല്ല വഴിയാണ് ഞാൻ പറയുന്നത്. ഭാരം ഇറക്കി വെക്കാനുള്ള ഇടം കർത്താവ് തന്നപ്പെട്ട് പിന്നെ നമ്മൾ എന്തിനത് പൊക്കി പിടിച്ചു നടക്കുന്നേ? അതുകൊണ്ടാണല്ലോ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർത്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ ആയിരിക്കുന്നു. എന്ത്? യേശു ഉദ്ധാനം ചെയ്തിട്ടില്ലെന്ന് ആണ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നെങ്കിൽ, ആ വിശ്വാസം ഇല്ലെങ്കിൽ ഉണ്ടോ? അവന്റെ ഉദ്ധാനത്തിൽ നീ വിശ്വസിച്ചിട്ടില്ല. കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, എല്ലാ പരിപാടിയുണ്ട്. കുർബാനയിലൊക്കെ നമ്മൾ പറയുന്ന എന്നാ? ആ കുർബാനയുടെ മുഴുവൻ അന്തസ്സത്തെ എന്താ? പെസഹ രഹസ്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രഘോഷിക്കുന്നത്. അറിയാവോ? പെസഹ രഹസ്യങ്ങൾ. കർത്താവിന്റെ ജനം അന്നാ പെസഹ തിരുനാളിൽ എന്നല്ലേ പറയുന്നേ? അന്നാ പെസഹ തിരുനാളിൽ സിറമലബാർ കുർബാന ആരംഭിക്കുന്നത് തന്നെ ആ പെസഹ തിരുനാളിൽ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ പെസഹ രഹസ്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. അതിന്റെ മർമ്മമാണ് യേശു ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ള സത്യം. ചരിത്ര സത്യം മാത്രമല്ല, നമ്മുടെ വിശ്വാസികളുടെ ആത്മരക്ഷയുടെ സത്യം കൂടിയാണിത്. ഇത് നിഷേധിച്ചുകൊണ്ട്, ഇത് തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഇത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരാത്മാവിന് ആത്മരക്ഷ പ്രാപിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പോ ഇവിടെ വചനം പറയാണ്, ക്രിസ്തുവിലാണ് നീ, അതൊക്കെ ശരിയാണ്. നീ മാമോദീസ സ്വീകരിച്ചു, നിന്നെ ദേവാലയത്തിന്റെ ഇന്ന വാർഡിൽ അംഗമാണ്, ഇത് ശരിയാണ്. നീ മരിച്ച നിന്നെ എല്ലാവരും കൂടി പെട്ടി പൊക്കി കൊണ്ടുവന്ന് പള്ളിയിലെ സെമിത്തേരിയിൽ കൊണ്ടുവന്നായിരിക്കും വെക്കുന്നത്, അതെല്ലാം ശരിയാണ്. ബട്ട് നീ നശിപ്പിക്കപ്പെട്ടവനാകും. കാരണം ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ള വിശ്വാസം നിനക്കില്ലാത്തത് കൊണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ക്രിസ്തു ഉദ്ധാനം ചെയ്തു എന്നുകൂടി മോനെ നീ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാലേ നിന്നെ ഇന്ന് ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിനക്കൊരു ഉദ്ധാനമുള്ളൂ. പുറത്തു വരേണ്ട വിഷയങ്ങൾ നിന്നിലില്ല. നിനക്ക് തന്നെ ഇഷ്ടമില്ലാത്ത ചില സ്വഭാവമില്ലേ? നിന്നിൽ തന്നെ ഇഷ്ടമില്ലാത്ത ചില സ്വഭാവങ്ങളില്ലേ? നിന്നിൽ തന്നെ സൗഖ്യം കിട്ടാത്ത ചില മുറിവുകളില്ലേ? ഒറ്റപ്പെടലിന്റെ മുറിവുകള്, തിരസ്കരണത്തിന്റെ മുറിവുകള്, അവഗണനയുടെ മുറിവുകള്, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ സ്നേഹിക്കാനില്ല എന്നുള്ള തോന്നലുകള്, ഇതെല്ലാം നിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. എന്താ? നിനക്ക് ഇന്നും ഒരു സ്വാതന്ത്ര്യമില്ല. അപ്പോ യേശു വാഗ്ദാനം ചെയ്ത്, യേശു പ്രഖ്യാപിച്ച യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവവൈതൽ പ്രാപിക്കാൻ ചെയ്യേണ്ട കാര്യമാണ് മോളെ മോനെ
നീ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതുപോലെ നിനക്കും നിന്റെ അടിമത്തങ്ങളിൽ നിന്നും, നിന്റെ പാപത്തിൽ നിന്നും, നിന്റെ അശുദ്ധിയിൽ നിന്നും നിനക്ക് ഒരു ഉയർപ്പുണ്ടെന്ന് നീ വിശ്വസിക്കണം. യേശു ക്രിസ്തുവിൽ. കുപ്പുകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തമ്പുരാന്റെ സ്നേഹം അനുഭവിക്കാം. ഇന്നോളം നമ്മോട് കാണിച്ച കാരുണ്യത്തിന് ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. നൂറ്റി 19 സങ്കീർത്തനം 92 വചനം. ആ വചനത്തിൽ ഇങ്ങനെയാ പറയുക: അങ്ങയുടെ പ്രമാണം എന്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എന്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. കർത്താവേ, അങ്ങയുടെ പ്രമാണം എന്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എന്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. എത്രയോ കൃത്യമാ സങ്കീർത്തകൻ പറയുന്നത്. തമ്പുരാന്റെ വചനം ഈ കഴിഞ്ഞ നാളുകളിൽ ആനന്ദമായിരുന്നത് കൊണ്ടല്ലേ നമ്മുടെ പല ദുരിതങ്ങളിലും സങ്കടങ്ങളിലും വേദനകളിലും സംഘർഷങ്ങളിലൊക്കെ തകർന്നു പോകാതെ നമ്മളിന്നും പിടിച്ചു നിൽക്കുന്നത്. ദൈവം കൊണ്ട് എല്ലാ മക്കളും നന്ദി പറയട്ടെ. ഇന്നിന്റെ സങ്കടങ്ങളുണ്ട്, ഇന്നിന്റെ വേദനകളുണ്ട്, ഇന്നിന്റെ ദുഃഖങ്ങളുണ്ട്, ഇന്നിന്റെ ദുരിതങ്ങളുണ്ട്. എന്നാലും ദൈവം നമ്മളോട് കാണിച്ച കാരുണ്യം, കാൽവരി കുരിശിൽ സ്വന്തം പുത്രന്റെ അവസാനത്തുള്ളി രക്തവും നൽകി നമ്മളെ സ്വർഗത്തിനായി വീണ്ടെടുത്ത ദൈവം കാണിച്ച ദൈവത്തിന്റെ അനന്തമായ കരുണയുണ്ടല്ലോ. ഈ കാരുണ്യത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാൽ മതിയാകും. ആത്മനാശത്തിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മളെ നിത്യജീവനിലേക്ക് കൈപിടിച്ചുയർത്തിയ ദൈവത്തിന്റെ അനന്തമായ കരുണ എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. മക്കളെ, ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിക്ക്, നന്ദി പറഞ്ഞ് സ്തുതിക്ക്. ഈശോയെ നിനക്ക് നന്ദി എന്ന് പറ, ദൈവമേ നിനക്ക് നന്ദി എന്ന് പറ. ഇന്നോളം പരിപാലിച്ച നിന്റെ സ്നേഹത്തിന് നന്ദി, ഇന്നോളം കൈപിടിച്ച നിന്റെ കാരുണ്യത്തിന് നന്ദി, ഇന്നോളം കരുതിയ നിന്റെ കരുതലിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയെ അങ്ങേക്ക് ആരാധന, 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 ആരാധന. ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ പ്രത്യേക നിയോഗങ്ങളെയും ഇപ്പോൾ ഈ അൽത്താരയിൽ സമർപ്പിക്കുന്നു. നീ കാണിച്ച എല്ലാ കാരുണ്യത്തിനും നന്ദി പറഞ്ഞ് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഈ മക്കളെ കൂടുതൽ നീ അനുഗ്രഹിക്കണമേ. ഈ ആശീർവാദത്തിന്റെ സമയത്ത് ഇവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രത്യേക നിയോഗത്തിന്റെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം